പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയി. കുറച്ച് സമയം ഇതാ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്കത്തെ സദ്യയാണ്. പിന്നെ ഇത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോകും. പിന്നെ അവിടെ എല്ലാവർക്കും കോടി കൊടുക്കണം, പിന്നെ അവിടെ നിന്ന് വിഷു കൈനീട്ടം മേടിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. എൻ്റെ വീട്ടിൽ ഇവിടെ ഒരു മുന്നിൽ തന്നെ ഒരു വയലുണ്ട് കേട്ടോ. അവിടെ എല്ലാ വർഷവും ഭയങ്കര പടക്കം പൊട്ടിക്കലും കാര്യങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പം നിങ്ങളിവിടെ കാണുന്നത്. ഒരു വലിയ കോമ്പല ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ വയ്ക്കും. അപ്പോൾ അതൊന്ന് സെറ്റാവുന്നവരെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് അമ്മയുടെ പച്ചക്കറി തോട്ടവും എല്ലാം ഒന്ന് കാണാൻ പോയി. അമ്മ കുറേ അത്യാവശ്യം നല്ല രീതിയിൽ ഗാർഡൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചുമ്മാ കറങ്ങി നടന്ന് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ എത്തിയപ്പോഴേക്ക് അവിടെ പടക്കം പൊട്ടിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. സന്ധ്യക്ക് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി അവിടുത്തെ ഏറ്റവും വലിയ കോമ്പല പൊട്ടിക്കും. പിന്നൊരു തൃശ്ശൂർ പൂരം പോലെയാണ് ഇവിടെ. ഒരു 2-2.5 മണിക്കൂറോളം അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അത്ര സമയമൊന്നും നിന്നിട്ടില്ല. ഞാൻ കുറച്ച് സമയം നിന്നു, പിന്നെ ഞങ്ങൾ പോയി. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് അവിടെ അത് കാണാൻ വേണ്ടിയിട്ട്, ഈ പടക്കം പൊട്ടിക്കുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾക്കിത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നടക്കുന്നൊരു കാര്യമായതുകൊണ്ട് ഞങ്ങൾക്കിതിൽ വലിയ പുതുമയൊന്നും കാണാറില്ല. കാരണം ഞങ്ങളിതെല്ലാ വർഷവും കാണുന്നതാണ്. പക്ഷേ ഇത് കാണാൻ വേണ്ടി പല സ്ഥലത്തുനിന്ന് ആളുകൾ വരാറുണ്ട് കേട്ടോ. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു അരമണിക്കൂർ നമ്മളവിടെ നിന്നതെല്ലാം കണ്ടു. ഇത് ഫുള്ള് കാണാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആക്ച്വലി രാത്രി
മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിന് പോകണമായിരുന്നു. അപ്പോൾ നമ്മളൊരു അരമുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ മെല്ലെ ഇറങ്ങി. അവിടെ ആളുകൾ കൂടി നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ, കാരണം അവിടെ ഈ സ്ഥലത്ത് എങ്ങനെയാണെങ്കിലും അവിടെ ഈ ഒരു ചെറിയ സമയത്തേക്ക് ബ്ലോക്കാവും. പിന്നെ ഇവർ ഗ്യാപ്പ് ഇടും, അതായത് ഒരു എത്ര സമയം അവർ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരൊരു ചെറിയ ഗ്യാപ്പ് ഇടും ഈ വെഹിക്കിൾസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് അവർ ചെയ്യാറ്. അതായത് ഈ ട്രാഫിക് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് വേറെ പ്രശ്നമാവുമല്ലോ. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെയാണ് അവർ ചെയ്യാറ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഗ്യാപ്പ് നോക്കി നമ്മൾ മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വിഷു അങ്ങനെ ഒരു നല്ല രീതിയിൽ എൻഡ് ചെയ്തു. മൂവിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഈ ടൈമിൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്ലാനായിരുന്നു. പക്ഷേ എന്നാലും ടിക്കറ്റൊക്കെ കിട്ടി. നമ്മൾ അടിപൊളിയായിട്ട് കണ്ടു. ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും നല്ലൊരു അടിപൊളി വിഷു ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് ഹാപ്പി വിഷു ടു യു ആൾ.